ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹ രോഗത്തിന്റെ നിർണയവുമായി അല്ലെങ്കിൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട 3 ടെസ്റ്റുകളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT, ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് അഥവാ GCT, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HbA1c. ഈ 3 ടെസ്റ്റുകളുടെ വിശദാംശങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. Glucose tolerance test measures body's response to a given glucose load. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഗ്ലൂക്കോസ് ലോഡ് അഥവാ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ശരീരം ആ ഗ്ലൂക്കോസിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് അറിയുവാനുള്ള ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹിക്കുക. അതിനെ എങ്ങനെ നമ്മുടെ ശരീരം കൈകാര്യം ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. മെഷേഴ്സ് ദ ബോഡീസ് റെസ്പോൺസ് ടു എ ഗിവൺ ഗ്ലൂക്കോസ് ലോഡ്. നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഡയഗ്നോസിസ് ഓഫ് പ്രീ ഡയബറ്റിക് കണ്ടീഷൻസ്, ഡയഗ്നോസിസ് ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. പ്രീ ഡയബറ്റിക് കണ്ടീഷനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു. ഡയബറ്റിസ് മെലിറ്റസ് ആണോ എന്ന് 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഡയബറ്റീസിൻ്റെതായ പല മാറ്റങ്ങളും രക്തത്തിലും അതുപോലെ ശരീരത്തിലും കാണപ്പെടുന്ന അവസ്ഥയാണ് പ്രീ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് നാം വിളിക്കുന്നത്. ആ പ്രീ ഡയബറ്റിക് കണ്ടീഷനെ ഡയബറ്റിസ് മെലിറ്റസിൽ നിന്നും വേർതിരിച്ച് അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് മെലിറ്റസിന്റെ ആരംഭമാണോ എന്ന് തിരിച്ചറിയുവാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, ഗർഭകാലഘട്ടങ്ങളിൽ പ്രഗ്നൻസി കാലത്തുണ്ടാകുന്ന ഡയബറ്റിസ് മെലിറ്റസിലാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡയബറ്റിസ് മെലിറ്റസ് കണ്ടുപിടിക്കാനും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നാം ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിന്റെ ഡയഗ്നോസിസ് ആണ് ലക്ഷ്യമാക്കുന്നത്. ഇപ്പൊ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആയിട്ട് ഓറൽ റൂട്ടിൽ വായിൽ കൂടി നാം പേഷ്യന്റിന് കൊടുക്കുന്നു. രണ്ടാമത്തത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നു. 2 രീതിയിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമുക്ക് ചെയ്യാറുണ്ട്. ഓറലായിട്ട് കൊടുക്കുന്ന ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഓറൽ GTT എന്നും, ഇൻട്രാവീനസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ IV ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് പറയുക. ഇപ്പൊ നാം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിന് പേഷ്യന്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സംശയിക്കുന്ന ഡയബറ്റിസ് മെലിറ്റസ് സംശയിക്കുന്ന അല്ലെങ്കിൽ ജെസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസ് സംശയിക്കുന്ന ആ രോഗിയെ മുൻകൂട്ടി ചില തയ്യാറെടുപ്പുകൾ നടത്താൻ നാം അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ലാബിലേക്ക് വന്ന് GTT ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് 3 ദിവസത്തെ തയ്യാറെടുപ്പ് ആവശ്യമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോർമൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഫോർ 3 days prior to the test. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് 3 ദിവസങ്ങൾ, അതായത് അതിന്റെ തലേന്നുള്ള 3 ദിവസങ്ങൾ ഈ രോഗിയോട് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുക. സാധാരണ നമ്മുടെ കേരള ഫുഡിലുള്ള ചോറ് അല്ലെങ്കിൽ പുട്ട് അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള, നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം 3 ദിവസത്തേക്ക് കഴിക്കാൻ രോഗിയോട് ആവശ്യപ്പെടുന്നു. നോ മെഡിക്കേഷൻസ് എക്സെപ്റ്റ് അൺഅവോയ്ഡബിൾ. ഇപ്പോൾ വളരെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് ഒഴികെ ബാക്കിയുള്ള മെഡിസിൻസ് തൽക്കാലത്തേക്ക് 3 ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ഫാസ്റ്റിംഗ് ഫോർ 8 hours prior to the test. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 8 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് നടത്തണം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഫുഡ് പാടില്ല, അതുപോലെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രിങ്കുകളും പാടില്ല. വെള്ളം കുടിക്കുന്നതിന് തടസ്സമില്ല. ബാക്കിയുള്ള മറ്റ് ഭക്ഷണ പാനീയങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക 8 മണിക്കൂർ സമയത്തേക്ക്. പ്രധാനമായിട്ട് പേഷ്യന്റ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. പ്രൊസീജിയർ ഓറൽ GTT. ഓറൽ GTT ഞാൻ പറഞ്ഞു, ഗ്ലൂക്കോസ് പേഷ്യന്റിന് നമ്മൾ ഓറൽ റൂട്ടിൽ വായിൽ കൂടി കുടിക്കാൻ കൊടുത്ത് എന്നതിന് ശേഷം ചെയ്യുന്ന ആ പ്രൊസീജിയറിനാണ്, ആ ടെസ്റ്റിനാണ് നാം ഓറൽ GTT എന്ന് പറയുന്നത്. ഒരു ഓറൽ GTT ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ആണ്. ഇപ്പൊ പേഷ്യന്റ് നാം മുമ്പ് സൂചിപ്പിച്ച പ്രിപ്പറേഷന് ശേഷം ലാബിലെത്തുന്നു. ലാബിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: ടേക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾ. പേഷ്യന്റിന്റെ ഫാസ്റ്റിംഗിലാണ് പേഷ്യന്റ് വരിക. 8 മണിക്കൂർ സമയത്തേക്ക് ഭക്ഷണം കഴിക്കാതെയാണ് പേഷ്യന്റ് വരുന്നത്. പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡും യൂറിൻ സാമ്പിൾ നാം കളക്ട് ചെയ്യുന്നു. ഗീവ് 75 gram of glucose dissolved in 200 ml of water to drink. 75 gram ഗ്ലൂക്കോസ് നമ്മൾ വെയ് ചെയ്ത് ഏകദേശം 200 അല്ലെങ്കിൽ 250 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേഷ്യന്റിന് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യന്റ് ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യാൻ, ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിൽ പേഷ്യന്റിന് ഫീസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ, ലൈമോ അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ പേഷ്യന്റിന് ഫാസ്റ്റിംഗ് സാമ്പിൾ എടുത്തു, അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് 75 gram ഗ്ലൂക്കോസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. പിന്നീട് ചെയ്യേണ്ടത് കളക്ട് ബ്ലഡ് ആൻഡ് യൂറിൻ at the interval of 30 minutes for next 2.5 hours. ഫാസ്റ്റിംഗ് സാമ്പിൾ എടുത്തതിനു ശേഷം പേഷ്യന്റിന് ഗ്ലൂക്കോസ് നാം കുടിക്കാൻ കൊടുത്തു. പിന്നീട് ചെയ്യേണ്ടത് ഓരോ അരമണിക്കൂർ, ഓരോ 30 മിനിറ്റ് ഇടവിട്ട്, അതായത് 30 മിനിറ്റില് 60 മിനിറ്റില് 90 മിനിറ്റ് 120 മിനിറ്റില് 150 മിനിറ്റില് 2.5 മണിക്കൂർ സമയത്തേക്ക് ഓരോ 30 മിനിറ്റ് ഇടവിട്ട് പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും നാം കളക്ട് ചെയ്യുന്നു. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഫാസ്റ്റിംഗ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, ഗ്ലൂക്കോസ് കുടിക്കാൻ കൊടുക്കുന്നു, പിന്നീട് ഓരോ 30 മിനിറ്റ് ഇടവിട്ട് 2.5 മണിക്കൂർ സമയത്തേക്ക് ബ്ലഡും യൂറിനും കളക്ട് ചെയ്യുന്നു. എസ്റ്റിമേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഡിറ്റക്ട് യൂറിൻ ഷുഗർ. ഓരോ സാമ്പിളിന്റെയും, ഓരോ ബ്ലഡ് സാമ്പിളിന്റെയും ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതുപോലെ ഓരോ യൂറിൻ സാമ്പിളിന്റെ ഷുഗർ ഡിറ്റക്ട് ചെയ്യുക. അതിൽ മെത്തേഡുകൾ നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിച്ച് ആ പ്രൊസീജിയർ ചെയ്യുക. ടാബുലേറ്റ് ദ വാല്യൂസ് അക്കോർഡിംഗ് ടു ടൈം. ഓരോ ടൈമിലും കിട്ടിയ വാല്യൂ ഒരു ടാബുലർ കോളത്തിൽ ടാബുലേറ്റ് ചെയ്യുക. ഫാസ്റ്റിംഗ് ഓരോ ടൈം നമ്മൾ താഴെ എഴുതുക. അതിനുശേഷം അതിന്റെ നേരെ ആ സമയത്ത് കിട്ടിയ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനും അതോടൊപ്പം തന്നെ യൂറിൻ ഷുഗർ, അത് റിസൾട്ട് എന്താണെന്ന് അതും എഴുതുക. Plot the values on the graph with the time on x-axis and concentration on y-axis. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ഗ്രാഫിന്, 2 dimensional ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ടാവും. തിരശ്ചീനമായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള x ആക്സിസും വെർട്ടിക്കൽ ആയിട്ടുള്ള y ആക്സിസും. അപ്പോൾ ഈ x ആക്സിസിലെ ടൈം നമ്മൾ രേഖപ്പെടുത്തുന്നു, y ആക്സിസില് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് നാം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇനി നോർമൽ ഓറൽ GTT എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം. പീക്ക് ഓർ മാക്സിമം വാല്യൂ അറ്റൈൻഡ് അറ്റ് 60 minutes. ഇപ്പൊ ഫാസ്റ്റിംഗ് സാമ്പിളിന് ശേഷം നമ്മൾ പേഷ്യന്റിന് ഗ്ലൂക്കോസ് കുടിക്കാൻ കൊടുക്കുന്നു. 30 മിനിറ്റ്, 60 മിനിറ്റ്, 90 മിനിറ്റ്, 120 മിനിറ്റ്, 150 മിനിറ്റ് അങ്ങനെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടിയ, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, അതിനാണ് നാം പീക്ക് വാല്യൂ എന്ന് പറയുക. 60ാമത്തെ മിനിറ്റിൽ കളക്ട് ചെയ്ത സാമ്പിളിലായിരിക്കും നോർമലി പീക്ക് വാല്യൂ കാണേണ്ടതായിട്ട് വരിക. പീക്ക് വിൽ ബി ലെസ് ദാൻ 150 milligram per deciliter. നോർമൽ ആയിട്ടുള്ള ആളിലാണെങ്കിൽ ഈ പീക്ക് വാല്യൂ എന്നുള്ളത്, അതായത് ഈ എടുത്ത സാമ്പിളുകളിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടിയ സാമ്പിളിനെയാണ് നാം പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ പീക്ക് വാല്യൂ ലെസ് ദാൻ 150 milligram per deciliter ആയിരിക്കും. 150 മില്ലിഗ്രാമിനേക്കാൾ കുറവായിരിക്കും. ഫാസ്റ്റിംഗ് ലെവൽ റീഗെയിൻഡ് വിതിൻ 2 hours. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തായിരുന്നു. അതിനുശേഷം
ഈ ഓരോ അരമണിക്കൂറിലും സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ അതില് 2 മണിക്കൂറിനുള്ളില് ഫാസ്റ്റിംഗ് ലെവലിലേക്ക് ഗ്ലൂക്കോസ് ലെവൽ താഴും. അതായത് നമ്മൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. 60 മിനിറ്റിൽ അത് ഹയസ്റ്റ് ലെവലിലേക്ക് എത്തും, പിന്നീട് കുറഞ്ഞു വരുന്നു. 2 മണിക്കൂറിനുള്ളിൽ അത് ഫാസ്റ്റിംഗ് ലെവലിലോ അതിനേക്കാൾ താഴെയോ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു നോർമൽ ആയിട്ടുള്ള ആളുകളിൽ. നോ യൂറിൻ സാമ്പിൾ ഷോസ് ഗ്ലൂക്കോസ്. ഒരു യൂറിൻ സാമ്പിളിൽ പോലും ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടാവുകയില്ല. ഇതാണ് ഒരു നോർമൽ GTT. ഒരു നോർമൽ GTT ഗ്രാഫ്, ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നാം പറഞ്ഞിരുന്നു. ആദ്യം ആ വാല്യൂ ടാബ്ലേറ്റ് ചെയ്ത് നോക്കുക. ഒരു ഉദാഹരണമാണ് നോർമൽ ആയിട്ടുള്ള ആളുകളുടെ ഫാസ്റ്റിംഗ് 75 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, ഹാഫ് ആൻ അവറിൽ 130, 1 അവറിൽ പീക്ക് 150 ആണ് പീക്ക് വാല്യൂ. 1.5 അവറിൽ അത് 100 ആയി, 2 അവറിൽ 65. ഫാസ്റ്റിങ്ങിനേക്കാൾ കുറച്ചുകൂടി താഴേക്ക് വന്നിട്ടുണ്ട്. 2.5 അവേഴ്സിൽ ഏകദേശം ഒരു ഫാസ്റ്റിംഗ് ലെവലിലേക്ക് വീണ്ടും അത് എത്തുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ഒരു നോർമൽ ആയിട്ടുള്ള ആളില്, ഡയബറ്റിക് അല്ലാത്ത ഒരു നോർമൽ ആളില്. അപ്പൊ ഇതിനെങ്ങനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ 0, 10, 30, 50, 70, 90 ഇങ്ങനെ കോൺസെൻട്രേഷൻ നമ്മൾ ഈ ദിസ് ഈസ് ദ y ആക്സിസ്, അതിൽ കോൺസെൻട്രേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ദിസ് ഈസ് x ആക്സിസ്. ഈ x ആക്സിസിൽ നമ്മൾ ടൈം, ഫാസ്റ്റിംഗ് ആണ് നമ്മൾ അതിന്റെ 0 ടൈം ആയിട്ട് കൂട്ടുക. ഹാഫ് അവർ, 1 അവറിൽ ഇത് പീക്ക് നോക്കുക. 1 അവറിലെ വാല്യൂ ഇതായിരിക്കും. 1.5, 2, 2.5. എന്നിട്ട് ഇതൊരു ഗ്രാഫായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇതിനാണ് GTT കർവ് എന്ന് പറയുക. ഈ ഗ്രാഫിന് പറയുന്ന പേരാണ് GTT കർവ്. GTTയുടെ ഗ്രാഫ് അഥവാ GTT കർവ്. അപ്പൊ ഈ കർവിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അത് പീക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വാല്യൂ ആണ് പീക്ക് എന്ന് പറയുക. അത് 1 മണിക്കൂർ റീച്ച് ചെയ്യുന്നു. ഫാസ്റ്റിംഗ് ലെവലില് 2 മണിക്കൂറിനുള്ളിൽ, കാരണം ഏകദേശം ഈ ലെവൽ ആകുമ്പോഴത്തേക്കും ഫാസ്റ്റിംഗിൽ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂറിനും ഇടയ്ക്ക് അത് ഫാസ്റ്റിംഗിലേക്ക് എത്തി. ഫാസ്റ്റിംഗിൽ നിന്ന് ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. കാരണം ഈ ഗ്ലൂക്കോസ് ലോഡ് വരുമ്പോഴേക്കും ഇൻസുലിന്റെ സെക്രീഷൻ ശരീരത്തിൽ കുറച്ച് വർദ്ധിക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസിയന്റ് ആയിട്ട് കുറഞ്ഞ സമയത്തേക്ക് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ നമ്മുടെ ഫാസ്റ്റിംഗ് ലെവലിനേക്കാൾ കുറച്ച് താഴ്ന്നു നിൽക്കാറുണ്ട് നോർമൽ ആയിട്ടുള്ള ആളുകളിൽ. വീണ്ടും അത് ആ നോർമൽ ഫാസ്റ്റിംഗ് ലെവലിലേക്ക് ക്ലൈംബ് ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ GTTയുടെ ഗ്രാഫ്. ഇപ്പൊ ഈ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വിധം ആദ്യം നാം ഇതുപോലെ ഒരു ടാബുലർ കോളം ടാബുലേറ്റ് ചെയ്യുന്നു. റിസൾട്ട് ടാബുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് ഷുഗറും യൂറിൻ ഷുഗറും ആ ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടാബുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫ് നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതൊരു നോർമൽ GTTയുടെ ഓറൽ GTTയുടെ കർവാണ്. GTT values in diabetes mellitus. Diabetes mellitusൽ എങ്ങനെ ഉണ്ടാകും GTT വാല്യൂ നമുക്ക് നോക്കാം. ഫാസ്റ്റിംഗ് ലെവൽ വിൽ ബി മോർ ദാൻ 125. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളിലാണെങ്കിൽ 125ഓ അതിൽ കൂടുതലോ ആയിരിക്കും. പീക്ക് വിൽ ബി മോർ ദാൻ 200. പീക്ക് എന്ന് പറയുന്നത് 200 മില്ലിഗ്രാമിൽ കൂടുതലായിരിക്കും പീക്ക്. In moderate diabetes or pre-diabetic condition, fasting level regained after 2 hours and most urine sample show glucose. ഒരു മോഡറേറ്റ് ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ലെവലിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ വേണം. നാം മനസ്സിലാക്കി നോർമൽ ആണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഫാസ്റ്റിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഡയബറ്റിക് ആണെങ്കിൽ 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഫാസ്റ്റിംഗ് ലെവലിലേക്ക് എത്തൂ. അതുകൂടാതെ മോസ്റ്റ് ഓഫ് ദി യൂറിൻ സാമ്പിൾ ഷോ ഗ്ലൂക്കോസ്. അധികം യൂറിൻ സാമ്പിളിനും ഗ്ലൂക്കോസിന്റെ അളവ് കാണപ്പെടും. കാരണം 180 മില്ലിഗ്രാമിൽ കൂടുതൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉയർന്നാൽ ആ 180 മില്ലിഗ്രാമിനാണ് നാം ഗ്ലൂക്കോസിന്റെ റീനൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ആ റീനൽ ത്രെഷോൾഡിന് അപ്പുറത്തേക്ക് ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും അത് യൂറിനിലേക്ക് എത്തും. അങ്ങനെ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് പോസിറ്റീവായിട്ട് കാണപ്പെടും. ഇപ്പൊ മോഡറേറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണെങ്കിൽ 2 മണിക്കൂറിന് ശേഷമേ ബ്ലഡിലെ ലെവല് ഫാസ്റ്റ് ലെവലിലേക്ക് എത്തൂ. അതുകൂടാതെ പല യൂറിൻ സാമ്പിളുകളിലും ഗ്ലൂക്കോസിന്റെ അളവ് കാണപ്പെടും. ഇൻ സിവിയർ ഡയബറ്റീസ് പീക്ക് ഈസ് അറ്റൈൻഡ് അറ്റ് 90 മിനിറ്റ്സ്. 1.5 മണിക്കൂർ സമയം എത്തിയാൽ മാത്രമേ സിവിയർ ഡയബറ്റീസ് മെലിറ്റസിൽ പീക്ക് വാല്യൂ അറ്റൈൻ ചെയ്യുന്നുള്ളൂ. ഫാസ്റ്റിംഗ് ലെവൽ ഈസ് നോട്ട് അറ്റൈൻ ഡ്യൂറിംഗ് ടെസ്റ്റ്. ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്താലും ഫാസ്റ്റിംഗ് ലെവലിലേക്ക് ഒരിക്കലും എത്താറില്ല.
all urine sample show presence of glucose. നമ്മൾ ടെസ്റ്റ് ചെയ്ത എല്ലാ യൂറിൻ സാമ്പിളിലും ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണപ്പെടും. നമുക്ക് ഗ്രാഫിൽ നിന്ന് കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു മോഡറേറ്റ് ഡയബറ്റീസിൽ നമുക്ക് നോക്കാം. ഏകദേശം ഫാസ്റ്റിംഗ് ലെവല് ഒരു 130 ഉണ്ടാകും. ദെൻ പീക്ക് 1 അവറിൽ ഒരു 280 പീക്ക് എത്തുന്നു. വീണ്ടും നോർമലിലാണെങ്കിൽ നമുക്കറിയാം ഈ ഫാസ്റ്റിംഗ് ലെവല് 2 മണിക്കൂറിനുള്ളിൽ അറ്റൈൻ ചെയ്യേണ്ടതാണ്. ഇവിടെ 2 മണിക്കൂറിൽ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അത് ഫാസ്റ്റിംഗ് ലെവലിനേക്കാൾ വളരെ ഉയർന്ന ഒരവസ്ഥയിലാണുള്ളത്. അതേപോലെ 2.5 മണിക്കൂർ ആകുമ്പോൾ പോലും ആ ഫാസ്റ്റിംഗിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ച് എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് കർവ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോറോർലെസ് ഫ്ലാറ്റ് ആണ്. നോർമലിനേക്കാൾ കുറെ കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള കർവ് കണ്ടാൽ അതൊരു ഡയബറ്റിക് കേസ് ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റിംഗ് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ നമുക്ക് ടാബ്ലറ്റ് കോളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, ടാബ്ലറ്റ് ചെയ്തിരുന്ന റിസൾട്ടിൽ നമുക്കറിയാൻ പറ്റും ഫാസ്റ്റിംഗ് ലെവല് നോർമലിനേക്കാൾ കൂടുതലാണ്. അതുപോലെ പീക്ക് 1 അവറിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. 2 അവറിനുള്ളിൽ ഈ നോർമലിലേക്ക്, അതായത് ഫാസ്റ്റിംഗിലേക്ക് എത്തുന്നില്ല. ഫാസ്റ്റിംഗ് 130 ആണ്, 2 അവറിൽ 220 ആയിട്ട് നിൽക്കുകയാണ്, നോർമലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇതൊരു ഡയബറ്റിക്, മോഡറേറ്റ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിൽ കാണപ്പെടുന്ന ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിന്റെ കർവാണ്. സിവിയർ ഡയബറ്റിസ്, വളരെ സിവിയർ ഡയബറ്റിസ് ആണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാൾ ഒരിക്കലും നാം GTT ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് അങ്ങനെ ഒരു സിവിയർ ഡയബറ്റിക്കിൽ നാം GTT ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരു കർവാണ് കാണിച്ചിരിക്കുന്നത്. വാല്യൂസ് നോക്കുക. ഫാസ്റ്റിംഗ് 230, ഇത് എക്സാമ്പിൾ ആണ്, എക്സാക്ട്ലി 230 ആകണം അല്ലെങ്കിൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റിംഗ് ലെവല് 230, ഹാഫ് അവറിൽ 300, 1 അവറിൽ 345, 1.5 അവറിൽ 365. പീക്ക് എത്തിയത് 1.5 അവറിലാണ്. ബാക്കി 2 കേസിലും ഡയബറ്റിക്, പ്രീ ഡയബറ്റിക്, നോർമൽ പീക്ക് 1 അവറിൽ എത്തുന്നു. പക്ഷെ സിവിയർ ഡയബറ്റിക് ആകുമ്പോഴേക്കും പീക്ക് എത്തുന്നത് 1.5 അവേഴ്സിലാണ്. അതിനുശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ കർവ് ഇങ്ങനെ ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് പോകുന്നു. ഈ കേസിൽ ഈ പേഷ്യന്റിന് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻ നടത്തിയാൽ മാത്രമേ ആ ഗ്ലൂക്കോസ് ലെവൽ കുറയൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കും സിവിയർ ഡയബറ്റീസിൽ. അപ്പൊ 3 കേസുകൾ നമ്മൾ കണ്ടു: നോർമല്, മോഡറേറ്റ് ഡയബറ്റീസ്, സിവിയർ ഡയബറ്റീസ്. ഈ 3 ഗ്രാഫുകളും വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. യൂറിൻ ഷുഗറിന്റെ പ്രസൻസ് ഈ കേസിൽ നമുക്ക് നോക്കാം. എല്ലാ സാമ്പിളിലും യൂറിൻ ഷുഗർ ഉണ്ടാവും. കാരണം ഗ്ലൂക്കോസിന്റെ അളവ് എല്ലായ്പ്പോഴും 180 കൂടുതലാണ്. 180 താഴെ ഗ്ലൂക്കോസ് വന്നാൽ മാത്രമാണ് യൂറിൻ ഷുഗർ ആബ്സെന്റ് ആകൂ. എല്ലാ കേസിലും 180 കൂടുതലായതുകൊണ്ട് യൂറിൻ ഷുഗറിന്റെ പ്രസൻസും എല്ലാ സാമ്പിളുകളിലും കാണപ്പെടുന്നു. ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിന്റെ ആ GTT കർവിൽ ഉണ്ടാകുന്ന ആ ഗ്ലൂക്കോസ് ടോളറൻസിന്റെ മാറ്റം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഡിക്രീസ്ഡ് ടോളറൻസ്. ഡിക്രീസ്ഡ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ബോഡിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നാം അതിനെ ഡിക്രീസ്ഡ് ടോളറൻസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി അഡ്രിനൽ കോർട്ടെക്സ്, ഹൈപ്പർ തൈറോയിഡിസം. ഈ കണ്ടീഷൻസിലാണ് ഗ്ലൂക്കോസിനെ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അതായത് ഗ്ലൂക്കോസിനെ വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തുന്ന ചില കണ്ടീഷൻസ് ആണ് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം, ഹൈപ്പർ ഇൻസുലിനിസം, ഹൈപ്പോ തൈറോയിഡിസം, അഡ്രിനൽ കോർട്ടിക്കൽ ഹൈപ്പോ ഫങ്ഷൻ എക്സെറ്ററ. ഇതില് ഹൈപ്പർ ഇൻസുലിനിസം എന്ന് പറഞ്ഞാൽ ഇൻസുലിനോമ എന്ന് പറയുന്ന ചില ട്യൂമറുകൾ കാണപ്പെടാറുണ്ട് പാൻക്രിയാസിൽ. ഇൻസുലിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസുലിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ വർദ്ധിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഗ്ലൂക്കോസിന്റെ ടോളറൻസ് വർദ്ധിക്കുന്നു, അതായത് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസിനെ ബോഡി ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ ഗ്ലൂക്കോസിന്റെ ഉപയോഗം അത്രമാത്രം വേഗതയിലല്ല, ഉപയോഗത്തിന്റെ വേഗത കുറയുന്നു. അതായത് ഗ്ലൂക്കോസിന് അതിന്റെ ടോളറൻസ് കുറയുന്നു. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ്. വ്യത്യസ്തമായ ഡയബറ്റിസ് മെലിറ്റസിൽ എങ്ങനെയാണ് ടോളറൻസ് എന്ന് നാം മുൻകൂട്ടി കണ്ടതാണ്. അപ്പോൾ ഡിക്രീസ് ടോളറൻസും ഉണ്ട്, ഇൻക്രീസ്ഡ് ടോളറൻസും ഉണ്ട്. ഇൻക്രീസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂക്കോസിനെ ഡിസ്പോസ് ചെയ്യുന്ന ബോഡി. അതിന്റെ പ്രധാന കണ്ടീഷനാണ് ഇൻസുലിനോമ. ഇൻസുലിനോമ ആ ട്യൂമർ ഉള്ളപ്പോൾ ഹൈപ്പർ ഇൻസുലിനിസം, ഇൻസുലിന്റെ കോൺസെൻട്രേഷൻ എക്സസ് ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ ലൈക്ക് സ്പ്രൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സ്പ്രൂ. അതുപോലെ സീലിയാക് അൾസർ അങ്ങനെയുള്ള കേസിലൊക്കെ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കുറയാറുണ്ട്. അപ്പോഴും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസിനെ കാണിക്കുന്നു. ഇൻട്രാവീനസ് GTT മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഗ്ലൂക്കോസിനെ പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ, ഇപ്പൊ ഗ്ലൂക്കോസ് നമ്മൾ ഓറൽ ലോഡ് ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് എത്തണമെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യണം. അങ്ങനെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ചില ആളുകളിൽ അബ്സോർപ്ഷൻ ഡിഫക്റ്റുകൾ ഉണ്ടാവും, ഗ്ലൂക്കോസിനെ പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നാം ഗ്ലൂക്കോസ് ഓറലി വായിൽ കൂടി കലക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ആയിട്ട് വെയിനിലേക്ക് അതിന് ഗ്ലൂക്കോസ് സൊല്യൂഷൻ നാം ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ GTTക്കാണ് ഇൻട്രാവീനസ് GTT എന്ന് പറയുന്നത്. ഇൻട്രാവീനസ് GTTക്ക് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ പീക്ക് വാല്യൂ 30 മിനിറ്റില് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ മാക്സിമം വാല്യൂ ആദ്യം ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കുന്നു, രണ്ടാമത്തെ സാമ്പിൾ ആണ് 30 മിനിറ്റിൽ എടുക്കുക. ആ വാല്യൂ 30 മിനിറ്റിൽ എത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ ഒരു പീക്ക് എത്തുന്നത് 30-ലായിരിക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഫാസ്റ്റിംഗ് ലെവല് 1.5 മണിക്കൂറിനുള്ളിൽ അറ്റൈൻ ചെയ്യും. കാരണം പീക്ക് എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഫാസ്റ്റിംഗ് ലെവൽ അറ്റൈൻ ചെയ്യണം നോർമലി. അപ്പൊ അബ്നോർമൽ ആകുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ കർവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇൻട്രാവീനസ് GTT എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഡിഫക്റ്റ് ഉള്ളവർക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് ഗ്ലൂക്കോസ് സൊല്യൂഷൻ കൊടുക്കുന്നു എന്ന വ്യത്യാസം മാത്രം. നോട്ട് ചെയ്യേണ്ടത് അതിന്റെ പീക്ക് 30 മിനിറ്റിൽ അറ്റൈൻ ചെയ്യുന്നു എന്നതുമാണ്. ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് അഥവാ GCT. It is used for screening gestational diabetes mellitus. പ്രഗ്നൻസി കാലഘട്ടങ്ങളിൽ, ഗർഭ കാലഘട്ടങ്ങളിൽ കാണപ്പെടുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് നാം പറയുന്നത്. അത്തരത്തിലുള്ള ഡയബറ്റിസ് മെലിറ്റസ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്. 50 gram glucose dissolved in 200 ml of water is given orally. 50 gram ഗ്ലൂക്കോസ് 200 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് പേഷ്യന്റിന് നാം കുടിക്കാനായിട്ട് കൊടുക്കുന്നു. ഇതിന്റെ പ്രത്യേകത, പേഷ്യന്റ് പ്രിപ്പറേഷൻ ആവശ്യമില്ല. പേഷ്യന്റ് റാൻഡം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ലാബിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ 50 gram ഗ്ലൂക്കോസ് 200 ml വെള്ളത്തിൽ കലക്കി പേഷ്യന്റ് കുടിക്കാനായിട്ട് കൊടുക്കുന്നു. Blood is collected after 60 minutes and glucose is estimated. സ്ലൈഡിൽ 30 minutes എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായിട്ടാണ്, ക്ഷമിക്കുക. Blood is collected after 60 minutes and glucose is estimated. 1 മണിക്കൂറിന് ശേഷം ഈ ഗ്ലൂക്കോസ് കുടിച്ച് 1 മണിക്കൂറിന് ശേഷം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് നാം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ലെവൽ ബിലോ 140 milligram per deciliter is normal. ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ, ബ്ലഡിലെ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 140 മില്ലിഗ്രാമിൽ കുറവാണെങ്കിൽ, 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ കുറവാണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. ഗ്ലൂക്കോസ് എബോവ് 140 milligram per deciliter is indicative of gestational diabetes mellitus. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലാണെങ്കിൽ അതൊരു ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിന്റെ ലക്ഷണമാണ്. GTT is done to confirm gestational diabetes mellitus. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഉറപ്പാക്കാൻ വേണ്ടി അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് GTT അഥവാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഇപ്പൊ GCT ചെയ്ത് കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ GTT ചെയ്ത് ജെസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസ് നാം കൺഫേം ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത് 60 മിനിറ്റ്സ് 1 മണിക്കൂർ കഴിഞ്ഞ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. HbA1c എന്ന പേരിലാണ് ഈ പരിശോധന അറിയപ്പെടുന്നത്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അഥവാ HbA1c ടെസ്റ്റ്. It is useful for monitoring of glucose concentration in diabetic patients
ഫോർ എ ലോങ് ടൈം. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ബ്ലഡിൽ അളന്നു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഗ്ലൂക്കോസ് എത്രമാത്രമാണ് പേഷ്യന്റിന്റെ ബ്ലഡിൽ ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേറ്റ് ചെയ്താൽ ലോങ് ടേം ഏകദേശം ഒരു 3-4 മാസ കാലയളവില് ഈ പേഷ്യന്റിന്റെ ബ്ലഡില് എത്രമാത്രം ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, ആവറേജ് എത്രമാത്രം ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് നമുക്ക് നോക്കാം. ഹീമോഗ്ലോബിൻ റിയാക്ട് വിത്ത് ഗ്ലൂക്കോസ് ടു ഫോം ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമ്മുടെ RBCക്കുള്ളിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ബ്ലഡിലെ ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുക. HbA1c is the most stable glycated hemoglobin which is formed by Amadori rearrangement. അപ്പൊ ഇതില് ഹീമോഗ്ലോബിൽ കാണപ്പെടുന്ന ആൽഫ ചെയിനും ബീറ്റ ചെയിനും നമുക്കറിയാം. അമിനോ ആസിഡ് ചെയിനുകളുണ്ട്, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട് ഹീമോഗ്ലോബിനില്. ഈ ബീറ്റ ചെയിൻ, അതായത് ബീറ്റ അമിനോ ആസിഡ് ചെയിൻ, പോളിപെപ്റ്റൈഡ് ചെയിൻ, അതിന്റെ അമിനോ ആസിഡ് ആണ് ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്ത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഹീമോഗ്ലോബിനിലുള്ള പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള അമിനോ ആസിഡ് ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പല രീതിയിലുള്ള ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഉണ്ട്. HbA1a, B, C അങ്ങനെ പല കാറ്റഗറിയിലുള്ളതുണ്ട്. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HbA1c ആണ്. ബാക്കി ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഡിസോസിയേറ്റ് ചെയ്ത് വീണ്ടും പഴയ പോലെ ഗ്ലൂക്കോസും ഹീമോഗ്ലോബിനുമായിട്ട് മാറും. പക്ഷെ ഒരിക്കൽ ഫോം ചെയ്താൽ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നത് HbA1c എന്നുള്ള ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. അമഡോറി റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ആൾഡോ ഷുഗർ ആണ് ഗ്ലൂക്കോസ്. അപ്പോൾ ആൾഡോ ഷുഗറും ആ ഗ്ലൂക്കോസിന്റെ CHO അഥവാ ആൽഡിഹൈഡ് ഗ്രൂപ്പും അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും ചേർന്ന് ഒരു ആൽഡമീൻ ആണ് ഫോം ചെയ്യുക. ഈ ആൽഡമീൻ മാറി ഒരു കീറ്റോ റീഅറേഞ്ച്മെന്റ് വന്ന്, കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COO ഗ്രൂപ്പാണ്, കീറ്റോ റീഅറേഞ്ച്മെന്റ് നടത്തി ഒരു കീറ്റോ അമീൻ ആയിട്ട് മാറും. അപ്പൊ HbA1c എന്ന് പറയുന്നത് കീറ്റോ അമീൻ ആണ്. അതിന്റെ ആൾഡോ അമീൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അത് മാറി അമഡോറി റീഅറേഞ്ച്മെന്റ് വഴി ആൾഡോ അമീൻ കീറ്റോ അമീൻ ആയിട്ട് മാറും. അങ്ങനെയാണ് HbA1c ഫോം ചെയ്യുന്നത്. HbA1c സ്റ്റേബിൾ ആണ്. ഒരിക്കൽ ഫോം ചെയ്താൽ അത് പഴയ അവസ്ഥയിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ RBCയുടെ നോർമൽ ലൈഫ് സ്പാൻ ഏകദേശം 3-4 മാസമാണ്. അപ്പൊ ഈ 4 മാസം മുമ്പ് മുതൽ ഫോം ചെയ്ത ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ സ്റ്റേബിൾ ആയിട്ട് ബ്ലഡിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന്റെ അളവ് നാം മനസ്സിലാക്കിയാൽ, അളന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഷർ ചെയ്താൽ നമുക്ക് 4 മാസക്കാലമായിട്ട് ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നു. HbA1c concentration is proportional to blood glucose for the last 3-4 months since lifespan of RBC is 3-4 months. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3-4 മാസമാണ്. 120 ദിവസത്തോളമാണ് RBCയുടെ ലൈഫ് സ്പാൻ. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ RBCയിലുള്ള ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്ത ഇറിവേഴ്സിബിൾ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനെയാണ് HbA1c എന്ന് നാം പറയുന്നത്. അപ്പൊ ഈ HbA1c മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ പേഷ്യന്റിന്റെ ബ്ലഡിൽ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസ് ലെവലിന്റെ ഒരു അളവ് നമുക്ക് ലഭിക്കുന്നു. ഒരു ആവറേജ് മീൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ലോങ് ടേം ആയിട്ട് കുറെ കാലഘട്ടത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് കോൺസെൻട്രേഷന്റെ ഒരു മോണിറ്ററിംഗ് നടത്താൻ വേണ്ടി സഹായിക്കുന്നു. പ്രധാനമായിട്ടും ചികിത്സ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് നമ്മളൊരു 2 months അല്ലെങ്കിൽ 3 months ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊടുത്ത് ആ കാലഘട്ടങ്ങളിൽ ഈ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ആ ഡ്രഗ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ സഹായിക്കുന്നു. അതുപോലെ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റിന് ഒരു ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ നടത്തുമ്പോൾ ഒരു ഹൈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്നുണ്ടായ ഹൈ വാല്യൂ ആണോ
കഴിഞ്ഞ 3-4 മാസമായിട്ട് അയാൾക്ക് ഹൈ വാല്യൂ ഉണ്ടായിരുന്നോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ട് ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും പേഷ്യന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾ, ഇപ്പോൾ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും ആ രീതിയിലുള്ള കൺട്രോളുകളാണെങ്കിലും കൃത്യമായിട്ട് പേഷ്യന്റ് നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ റെഫറൻസ് വാല്യൂ നോർമൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നമുക്കറിയാം ബിലോ 5.6, 5.6% കുറവ്. ടോട്ടൽ ഹീമോഗ്ലോബിന്റെ എത്ര ശതമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പെർസെന്റേജ് പറയുന്നത്. ബിലോ 5.6% ആണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എങ്കിൽ മീൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 100 മില്ലിഗ്രാമിൽ കുറവായിരിക്കും. അത് പേഷ്യന്റ് നോർമൽ ആണ്. ഇനി പ്രീ ഡയബറ്റിസ് മെലിറ്റസിന്റെ തുടക്കം, ആരംഭമുള്ള ആളുകളിൽ, അതിന്റെ ഒരു പ്രാരംഭ ദിശയിലുള്ള ആളുകളിൽ 5.7 to 6.4 ആയിരിക്കും ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന്റെ റെഫറൻസ് ലെവല്. അപ്പൊ മീൻ ഗ്ലൂക്കോസ് ലെവല് ഏകദേശം 100-നും 125 മില്ലിഗ്രാമിനും ഇടയിലായിരിക്കും. ഡയബറ്റിക് പേഷ്യൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 6.5 ഓർ എബോവ് ആയിരിക്കും HbA1cയുടെ കോൺസെൻട്രേഷൻ. മീൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് 125നേക്കാൾ കൂടുതലായിട്ട് നിലനിൽക്കുന്നു. ഇപ്പൊ ഒരു പേഷ്യന്റ് നമുക്ക് ലാബിൽ വന്നു കഴിഞ്ഞാൽ HbA1c ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 മാസ കാലഘട്ടമായിട്ട് അയാളുടെ ബ്ലഡിലുള്ള ആവറേജ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊരു ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഈ പെർസെന്റേജും മീൻ ഗ്ലൂക്കോസ് ലെവലും കൂടി കോറിലേറ്റ് ചെയ്യാൻ പറ്റിയ ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് നോക്കിയിട്ട് മീൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് HbA1c ആണ്. അപ്പൊ ഇത്ര HbA1c ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടാകും എന്നുള്ള ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നാം കണ്ടുപിടിക്കുക. അതിന്റെ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻസ്, 4 ബേസിക് ടൈപ്സ് ഓഫ് മെത്തേഡ്സ്, 4 മെത്തേഡുകളാണ് നാം ഉപയോഗപ്പെടുത്തുക. ഇമ്മ്യൂണോ അസേ, അയൺ എക്സ്ചേഞ്ച്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അഥവാ HPLC, ബോർനേറ്റ് അഫിനിറ്റി HPLC, എൻസൈമാറ്റിക് അസേസ്. HbA1c ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നൗഡേയ്സ് അവൈലബിൾ ആണ്. അപ്രകാരമുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് ലാബുകളിൽ സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ HbA1cയുടെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. HbA1c ഡയബറ്റിസ് മെലിറ്റസിന്റെ ഒരു ലോങ് ടേം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഏതെല്ലാം രീതിയിൽ പേഷ്യന്റ് കൺട്രോൾസ് ഒക്കെ കൃത്യമായ രീതിയിൽ നടത്തുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടേം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് HbA1c എസ്റ്റിമേഷൻ. HbA1c ഇപ്പൊ നൗഡേയ്സ് ഡയബറ്റിസ് മെലിറ്റസിന്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. കാരണം പെട്ടെന്ന് വരുന്നൊരു പേഷ്യന്റിന് എത്ര കാലമായി ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നു, അയാൾ ഡയബറ്റിക് ആണോ എന്ന് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് HbA1c.